ചായയും കാപ്പിയൊക്കെ ഒന്ന് കഴിക്കണതിന് പകരം നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ആക്കിയാലോ ഒന്ന്. വലിയ പാടൊന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അത്. ഇതിലേക്ക് വേണ്ട കൂട്ട് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വരെ കൊടുക്കാം, അത്ര നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. വലിയവർക്കും കഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സീഡ്സും അതുപോലെ നട്ട്സും ഒക്കെ നമുക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 1 കപ്പ് പംകിൻ സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ സൺഫ്ലവർ സീഡും എടുത്തിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ഫ്ലാക്സ് സീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം തന്നെ നമുക്കൊരു 2 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചേക്കണേ. ഇനി അതുപോലെ നമുക്ക് 1 കപ്പ് കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് നമ്മൾ ബദാം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് വാൾനട്ടും കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 2 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചേക്കണേ. ഇത് രണ്ടും 2 വേവാണ് കേട്ടോ, അതുകൊണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ചൂടായതിനു ശേഷം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇത് നമുക്കൊരു ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് ഒരു 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. മിക്സർ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് പാല്, ഒരു 4 ഗ്ലാസ് പാലാട്ടോ നമ്മൾ എടുത്തിരിക്കണേ. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലോ ഫാറ്റ് മിൽക്കോ അതുപോലെ ആൽമണ്ട് മിൽക്കോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. തണുത്ത പാലിൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ലതാണേ. ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മളിത് ഇങ്ങനെ ഒരു പൗഡർ വാങ്ങിയിട്ടുണ്ടോ, ബദാം ഡ്രിങ്ക് ആണ് കേട്ടോ. ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, പക്ഷെ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഡ്രിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഇതുപോലെ 2 പാക്കറ്റ് ആട്ടോ നമ്മൾ എടുത്തിരിക്കണേ. 4 ഗ്ലാസ് പാലിന് വേണ്ടി നമ്മൾ 2 പാക്കറ്റ് ആട്ടോ എടുത്തിരിക്കണേ. ഇത് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം നിങ്ങളത് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമ്മൾ 2 പാക്കറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചൂട് പാലല്ല, അപ്പം നമുക്ക് കട്ട പിടിക്കരുത്. നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ആവണ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, അപ്പം ആ പാലിൻ്റെ കളറൊക്കെ മാറി ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഹെൽത്തി ആയി കഴിക്കുന്നതുകൊണ്ട് നമ്മൾ സീഡ്സും നമ്മൾ നട്ട്സും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബദാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡി ആക്കി വെച്ച് നമ്മുടെ പൗഡറും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ്സിന് 1 സ്പൂൺ എന്നുള്ളൊരു കണക്കിലായിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതിപ്പോൾ 4 ഗ്ലാസ് ആയതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെയിലി നമുക്ക് 1 ടേബിൾ സ്പൂൺ ആട്ടോ അതിൽ നിന്ന് കഴിക്കാൻ പറ്റണേ. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ അടിപൊളി നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ്. ഷുഗർ ഒന്നും എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണില്ല കേട്ടോ. അതുകൊണ്ട് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഡ്രിങ്ക് തന്നെയാണ്. ചെറിയ രീതിയിൽ ആ ഒരു പൗഡറിൽ ഒരു ഷുഗറിൻ്റെ കണ്ടൻറ്റ് വരുന്നുണ്ട്, അതില്ലാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഷുഗർ കട്ടൊക്കെ നോക്കുന്നവരാണെങ്കിൽ ആ പൗഡർ യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി. ബാക്കി എല്ലാം നിങ്ങൾക്ക് സെയിം ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും മറക്കാതെ അറിയിക്കണേ. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.